ഞാൻ ജയിച്ചു. ഐ എം വിന്നിങ്. ജയിച്ചു. പുല്ലന്റെ മോനെ, ഇതാണ് നിന്റെ തലവേദന അല്ലേ? നിന്റെ അമ്മയുടെ യോഗാസനം. എന്തിനാടാ ഈ ബലൂണും ബി പിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 യന്ത്രത്തിനോ? നോ, നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ. ഇംഗ്ലീഷ് മാക്രി. You dirty beggar. വൃത്തികെട്ട പരമ തെണ്ടി. You അയ്യോ. എടാ dirty dancer. എന്നെ തോപ്പിക്കാനോ? നീ പോയി ചാടിയോ? നിന്നെ ഞാനിന്ന് കൊല്ലുന്നു. ജനിക്കണോ എന്നെ കൊല്ലം? ഇങ്ങനെ തോപ്പിക്കാതെ നിൽക്കണ അവിടെ. എന്റെ അമ്മച്ചി. എടാ നാണു, ഇംഗ്ലീഷ് തണ്ടി. I cannot believe my eyes. മലയാളത്തിൽ പറയടാ ഇംഗ്ലീഷ് തണ്ടി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ടോ? No. എന്നാ കണ്ടോ? ഇതാരൊക്കെ? പിന്നെ ഞാൻ കണ്ടില്ലേ? സാറുമാരെ ഇരിക്കി. പിന്നെ ഞങ്ങൾ ഇരുത്താവടാ. എട്ടും പൊട്ടും തിരിയാത്ത തമ്പുരാട്ടിയെ, അതും പുറത്തു പോകരുത് റിട്ടേൺ ഓർഡറുള്ള തമ്പുരാട്ടിയെ കൊതിയും നുണയും പറഞ്ഞ് തട്ടിക്കൊണ്ടു നോക്കണല്ലേ? That's a very good bad and ugly Mr. Vishnu. തമ്പുരാട്ടി. അയ്യോ സാർ, വിഷ്ണു ഒന്നും ചെയ്തതല്ല, എന്റെ ഇഷ്ടത്തിനാ. അതെ സാറന്മാരെ. 10-17 വയസ്സായിട്ട് തോന്നാത്തൊരു ഇഷ്ടം ഇപ്പൊ എങ്ങനെ തോന്നി? ആഭിചാരം, കൈവിഷം. That is black magic, witchcraft. റിസീവറുടെ ഹോണല്ലേത്? Same horn. നീ സൂക്ഷിച്ചോ. അയ്യോ സാർ. തമ്പുരാട്ടി ഒന്നും മിണ്ടണ്ട. അയ്യോ സാറന്മാരെ. ഒന്നും മിണ്ടണ്ട. ഓടാ, നമുക്ക് സൈക്കിൾ എടുക്കാം. Too late. വിഷ്ണു. Stop the car. നിർത്തൂ. Stop the car. നിർത്തൂ. ബ്രേക്ക് ഔട്ടു സർ. Stop. സാർ, നമ്മുടെ വേലയും പണിയും ഒക്കെ പോയി. Gone to the wind. Everything is gone. എന്താണോ സാർ? അവിടെ. എവിടെ? ലോൺ അവിടെ. There. Run, madam. Run. അയ്യോ, What's happened? Something wrong. Where is the lovebird? അയ്യോ, Where is the വെള്ളത്തിൽ bloody പോയോ? singer, man? Something wrong, I say. He's in the water. Where is the lovebird? എവിടെടോ അവര്? സാർ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. തമ്പുരാട്ടി ഇവിടെ, അവൻ അവിടെ, എർത്ത് അവിടെ. Same spot. വെള്ളം അടിച്ചിട്ടുണ്ട്? ഞാൻ അടിച്ചിട്ടില്ല സാർ, എവൻ അടിച്ചിട്ടുണ്ട്. No, ഞാൻ ആ ടൈപ്പ് അല്ല. നിങ്ങൾ എന്തിനാണോ വന്നേ? മോർണിംഗ് വാക്കിന്. ഈവനിങ് വാക്ക്. സൈക്കിളിലോ? ഈവനിംഗ് റൈഡില്. പോണോ? സാർ സാർ സാർ, അവരെങ്ങനെ ഓടിയാലും നടന്നാലും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഈ കാറിൽ അടിച്ചു വിട്ട് പോയാൽ അവരെ തൊണ്ടിയോടെ പിടിക്കാം. കേറാൻ. കൃഷ്ണ चंद्रराधा मोहन मेरे मन में तुम्हें ज्योति कृष्णा चंद्रराधा मोहन मेरे मन में तुम्हें ज्योति कृष्णा चंद्रराधा मोहन मेरे मन में तुम्हें ज्योति कृष्णा 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 സാർ സാർ, ഞങ്ങളെ വിശ്വസിക്കണം സാർ. Believers. മേലെ വെള്ളം അടിച്ചോണ്ട് ആളെ മെനക്കെടുത്തരുത്. സാർ, അവൻ ഞങ്ങളെ എന്താ നിർത്തിയോ? ത്രിസന്ധി കഴിഞ്ഞാ പിന്നെ ചൊല്ലിക്കൊടുത്തൂടാന്നാ. ആ, അയ്യേ, ഇവിടെ എന്തൊരു നാറ്റം.
ചാരായത്തിന്റെയോ സ്പിരിറ്റിന്റെ എങ്ങാണ്ട് ശിവാശ്രീകൾ ശിവശ്രീകളുടെ സ്മെല് ഇതൊന്നും അല്ല. ഇത് ഏതാണ്ട് കളർ ഏറ്റിയ പട്ടച്ചാരായം. ഇയാള് പൊക്കോളൂ. സാർ അവൻ മിണ്ടി പോരുത്. അവനൊന്നും അറിയാൻ മേലാത്തവൻ, അവനെ കൂടെ ചീത്തയാക്കരുത്. Get out. പോടാ സാർ ഛെ, എന്തൊരു നാട്ടം. കടന്നു പോണോ വൃത്തികേടെ. ഓ അയ്യേ, അസൽ പട്ടച്ചാരായത്തിന്റെ നാറ്റം. ഛെ. ചിരിച്ചോ ചിരിച്ചോ. ബാക്കിയുള്ളവരുടെ നെഞ്ചിലെത്തി ഇനിയും പോയിട്ടില്ല. ഇനി അങ്ങനെ പുറത്തു പോണമെങ്കിലേ ഒരു 2-3 മാസം കൂടി കഴിയട്ടെ. ഒരു നല്ല തമ്പുരാൻകുട്ടി വന്ന് കല്യാണം കഴിച്ചാ എവിടെയൊക്കെ പോവാം. കല്യാണം കഴിക്കാൻ ഇപ്പോ ഒരു തമ്പുരാൻകുട്ടി വന്നില്ലെങ്കിലോ? വരാണ്ടിരിക്കാനോ? ഹാ, ഒന്ന് വിരൽ ഞൊടിച്ചാ മതി, ക്യൂ നിൽക്കും. ഇവിടെ വിരൽ ഞൊടിക്കാതെ തന്നെ ഓരോരുത്തന്മാരെ ക്യൂ ഉണ്ടല്ലോ. ജാനുമ്മേ, കല്യാണം കഴിക്കാനേ തമ്പുരാക്കന്മാര് തന്നെ വേണോന്ന് എന്താ ഇപ്പൊ നിർബന്ധം? അതല്ലാതെ ആരെങ്കിലും ആണെങ്കിലോ? വല്ല കുടുത്തം കിട്ടവന്മാരെയും മനസ്സിൽ വെച്ചിട്ടുണ്ടോ മോളെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല ജാനുമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നേ. മിസ്റ്റർ ശിവൻകുട്ടി സെൻട്രൽ. ആരായി ശിവൻകുട്ടി? ചേട്ടൻ നമ്പുരാട്ടി. ഏതായി സെൻട്രൽ? ഈ സെൻട്രൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് പഠിക്കുക. വിഷ്ണു പിന്നെ എന്താ എഞ്ചിനീയറിംഗ് പഠിക്കാഞ്ഞത്? അത് പിന്നെ കലയെ ഉദ്ധരിക്കാൻ ആരെങ്കിലും വേണ്ട കുടുംബത്തിൽ. അച്ഛന്റെ പാരമ്പര്യം. ഓ, അച്ഛനെ പാടുമായിരുന്നു. അയ്യോ, കേട്ടിട്ടില്ലേ? ചെമ്പുംകുളം നാരായണ ഭാഗവതര്. അല്ല, തമ്പുരാട്ടി കേട്ടിരിക്കാൻ വഴിയില്ല. അച്ഛൻ ആ ലോക്കലിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചുപോയി. ചേട്ടൻ പാടുവോ? പിന്നെ പാടാതെ എന്ത് വഴി? സന്ധ്യ കഴിഞ്ഞാ പിന്നെ മുറി വന്നിരുന്ന് പാട്ടല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പിന്നെ പാട്ടോടെ പാട്ടല്ലേ. മുറിയിൽ ഒറ്റയ്ക്കോ? ആ, ഹോസ്റ്റലിലെ. അപ്പൊ പിന്നെ പകല് പാടൂലേ? ക്ലാസ്സിലൊക്കെ? പകല് പാറയിടയ്ക്ക് ഇടയ്ക്ക് എന്നിട്ട്. പാറയോ? പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ, ഈ പാറയും കല്ലും മരവും തടിയും അതിന്റെ ഇടയ്ക്ക് എന്നിട്ട് പാടാൻ പറ്റുമോ? വേറെ ആരൊക്കെയുണ്ട് വിഷ്ണുവിന്? അമ്മ, അനിയത്തി ഉമ. ഉമയുടെ കല്യാണോ? തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇത്തിരി പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടമാ. പോരാഞ്ഞ് ചേട്ടൻ അങ്ങോട്ട് ചെലവാക്കി പഠിക്കല്ലേ. ചേട്ടനെ കൊണ്ടൊന്നും ആവൂലല്ലോ. അയ്യോ, ആരെങ്കിലും കണ്ടാൽ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ നടക്കാൻ വന്നതാ. എനിക്കൊരിക്കൽ വിഷ്ണുവിന്റെ വീട്ടിൽ വരണം. അമ്മയും ഉമ്മയും ഒക്കെ ഒന്ന് കാണാലോ. ഓ, 2ാം റൗണ്ട് സക്സസ്. മിസ്റ്റർ ശിവൻകുട്ടി, സെൻട്രൽ ജയിൽ, പൂജപ്പുര, ട്രിവാൻഡ്രം. അയ്യോ അയ്യോ എന്റെ അമ്മ. അയ്യോ അയ്യോ അയ്യോ, എന്താണോ? എല്ലാം പോയി. എന്ത് പോയി? പെട്ടിക്കകത്ത് വെച്ചിരുന്ന പട്ടുമുളക് കാണാനില്ല. എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ എടുക്കുന്നതാ. അങ്ങനെ ഒരു സാധനം ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇത് കണ്ട അണ്ടനെ അടകോടനെ എടുത്ത് കാണിക്കാനുള്ളതല്ല. പൊന്നു തമ്പുരാൻ തൃക്കൈ കൊണ്ട് സമ്മാനിച്ചതാണ്. 3 പവന്റെ വളയും പളപളാ തിളങ്ങുന്ന വീരാളിപ്പട്ടു എല്ലാം പോയി. ഇളിക്കാനടാ ഇംഗ്ലീഷ് മാക്രി. Which king brought you? വടക്കുന്നൊരു രാജാവ്. വടക്കുന്ന രാജാവോ? രാജാവിന് പേരില്ലേ? സാമൂതിരിയാണോ? അല്ല. പിന്നെ നമ്പൂതിരിയാണോ? അല്ല. His Highness അബ്ദുള്ളയാണോ? ഛെ, വടക്ക് പിന്നെ ആരാടോ? BP സിംഗോ? അല്ല. ഏതോ ഉത്സവപ്പറമ്പിന്ന് വാങ്ങിയ വാദവളയും കതർവേഷിയുടെ അങ്ങ് പോട്ടടോ. അങ്ങ് പോട്ടിടോന്ന്. സാർ, എനിക്ക് എവിടെയാണ് സാർ സംശയം? സാർ ഉടനെ ഒരു എൻക്വയറി നടത്തണം. എൻക്വയറി നടത്താൻ തൽക്കാലം സാധ്യമല്ല. ലോകത്താരും കാണാത്ത സാമാനത്തെ കുറിച്ച് താൻ മേലാ മിണ്ടി പോരുത്. അവരൊരു വട്ടും വളയും. പട്ടും വളയും. സോറി ഡാ. പോടാ പുല്ലേ. നാണോട്ടാ. പോടാ. അവന്റെ ഒരു പട്ടും വളയും അല്ലേ ഏട്ടാ? ആ, കയ്യട് കയ്യട്. ആ, എന്താ ഏട്ടാ? നീയുമാണത്ര വെടിപ്പൊന്നുമല്ല. ആ, എന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? അവനെ കൂടാതെ നമ്മളിവിടെ 2 കള്ളന്മാരല്ലേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടില്ല, നീയല്ലേടാ അത് മോട്ടിച്ചത്. Yes, Lakshmipuram Palace. Receiver Shivashankaran here. Good morning, Mr. Shivashankaran. I am Ravi Verma from Bangalore. എന്താ റിസീവർ സാറേ, ഞാൻ സൈലൻസ് പേരിച്ചപ്പോ നിങ്ങൾക്കൊരു സൈലൻസ്. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. എന്താ ആളെ മനസ്സിലായില്ലേ? അയ്യോ,
അതെന്ത് ചോദ്യം തമ്പുരാനെ? എത്ര നാളെ ഇത് കണ്ടിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടും എന്നാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നേ? അതോ ഇറക്കമില്ലയോ? എന്റെ മുറപ്പെണ്ണിനെ സർക്കാരിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് ഇവിടെ മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ റിസീവർ സാറേ? അല്ല, താൻ അവളെ ശരിക്കും നോക്കും. പറഞ്ഞ പോലെ ഇനിയിപ്പോ 3 ഇല്ല അല്ലേ, 2.5 മാസമല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട സമയമായല്ലോ. ലക്ഷ്മി തമ്പുരാട്ടി ഇവരെ അറിയുമ്പോ ഉടക്കുവോ? ആ, ശകലം മുടക്കുണ്ടാക്കും. താൻ എഴുത്തിയിൽ എണ്ണ ഒഴിക്കണ്ട. എന്തെങ്കിലും എന്നെ കുറിച്ച് 2 നല്ല വർത്തമാനം പറഞ്ഞേര്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. തന്റെ മകൻ സുധാകരൻ അവിടെ വന്ന് ഒരു ഡ്രാമൊക്കെ കളിച്ചു പോയെന്ന് അറിഞ്ഞു. ആ വക കളികളൊന്നും ഇനി വേണ്ട. എന്നെ പിണക്കാതിരുന്നാൽ ആർക്കാ ഗുണം? അയ്യോ, അത് പിന്നെ എനിക്ക് അറിയത്തില്ലയോ. നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നതാ നമുക്ക് രണ്ടുപേർക്കും ഗുണം. ആ, കൂടുതൽ ഗുണം തനിക്കാ. ആ ഓർമ്മ ഉണ്ടാകണം. എന്താണ് മുഖത്തിനൊരു വാട്ടം? ഓ, രാജകുമാരി വന്നാ പിന്നെ സെക്രട്ടറി സ്ഥാനം എവിടെയായിരിക്കും? രാജകുമാരി വന്നാലും എന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? അവൾ കൊച്ചുകുട്ടിയല്ലേ. അമ്മ. രവി, എന്താ അമ്മേ? മരിച്ച തലയ്ക്ക് മോളിൽ നിൽക്കുന്ന കാരണവന്മാരുടെ ശാപം നീയെങ്കിലും പിടിച്ചു പറ്റല്ലേ പൊന്നു മോനെ. ഏത് കാരണവന്മാരുടെ ശാപം? വിഷം നിന്ന് മരിച്ച എന്റെ അമ്മാവിന്റെയോ? അമ്മയുടെ ആ പുന്നാരാങ്ങളെ എന്നെ അനുഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അനുഗ്രഹിക്കും. ആ കൊലയ്ക്ക് തൂക്കിക്കൊല്ലപ്പെട്ട എന്റെ അച്ഛൻ, അയാൾ അനുഗ്രഹിച്ചാൽ ദൈവം കേൾക്കോ? കൊലപാതകയല്ലേ? ലക്ഷ്മി എന്റെ മടിയിൽ കിടന്ന് വളർന്നതാ, അതിനെ നശിപ്പിക്കല്ലേ. കടം കയറി മുടിഞ്ഞ് കുത്തുപാളയെടുത്ത് എസ്റ്റേറ്റും ഫാക്ടറിയും വിട്ടു നിന്നിട്ട് അച്ഛൻ പോയത്. ഇതൊക്കെ ഇത്രയും കാലം പിടിച്ചെടുത്ത് ഞാൻ പലരും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യേണ്ടി വരും. അവളെ കെട്ടിയാൽ, ആ സ്വത്തുക്കൾ കിട്ടിയാൽ നമുക്കൊന്ന് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് ഞാൻ വാങ്ങും. ആ സ്വത്തിന് വേണ്ടി 2 കൊലപാതകങ്ങൾ നടത്തിയല്ലേ അച്ഛൻ? അല്ലേ അമ്മേ? അങ്ങേക്ക് സാധിക്കാൻ കഴിയാത്തത് മോഹൻ സാധിച്ചു എന്ന് വിചാരിച്ചാട്ടെ. രവിവർമ്മ ആളൊരു വല്ലാത്തവനാ. അവനുമായിട്ട് നേരിട്ടൊരു കളി അത് അപകടമാണ്. അയാളുടെ ഉദ്ദേശം സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സഹകരണം കൂടിയേ തീരൂ. അതുപോലെ ഞാൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളുടെ സഹകരണവും വേണം. ഈ പെങ്കൊച്ചുമായിട്ടൊരു വിവാഹം, അതാണ് അയാളുടെ സ്വപ്നം. ഒന്നുകിൽ ഒരു ബലപ്രയോഗത്തിൽ അവൾ മേജറാകുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് അത് സാധിക്കണം. അല്ലെങ്കിൽ അവളുമായിട്ടൊരു ലൈൻ. രണ്ടിനും മുന്നിലുള്ള സമയം 2.5 മാസമാണ്. ഈ 2.5 മാസത്തിന് മുമ്പ് അത് സാധിച്ചില്ലെങ്കിൽ പെണ്ണ് മേജറാവും. പിന്നെ അവളുടെ വാക്കിനാ വില. അതേന്നേ. പിന്നെ എനിക്കും അവിടെ സ്ഥാനമില്ലല്ലോ. രവിവർമ്മ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപദ്രവിക്കാം, അതെനിക്ക് ഈസിയാ. അച്ഛനെ കൊന്നവന്റെ മോൻ ഈ കാര്യം ഒന്നുകൂടി പെണ്ണിനെ ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെ അവള് വരണ്ടിരിക്കുക. നിയമപ്രകാരം അവനെ പടിക്ക് പുറത്ത് നിർത്താനുള്ള അവകാശം തനിക്കാണല്ലോ. താനത് ചെയ്യണ്ട. ആര് ചെയ്യുന്നു? ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നു. ഒരു ഗ്ലോറിഫൈഡ് പെമ്മിന്റെ റോള് ഭംഗിയായി അഭിനയിക്കുന്നു. പലതും കണ്ടെന്നും കണ്ടില്ലെന്നും തടിക്കുന്നു. പകരം ഞാൻ 10 ചില്ലറ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവനങ്ങ് മറക്കണം. സ്വപ്നം കണ്ടോ? മോളെന്തിനാ കരഞ്ഞത്? രവിചേട്ടൻ. കുഞ്ഞിങ്ങനെ പേടിച്ചാലോ? രവിചേട്ടൻ ഇവിടെ വരണ്ട, എനിക്ക് പേടിയാ. ഞാനമ്മ ഒന്ന് പറയോ റിസീവർ അങ്കിളിനോട്? ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നേരം വെളുക്കട്ടെ, ഞാൻ പറയാം. നേരം വെളുക്കുമ്പോഴേക്കും അയാള് വരും. വന്നോട്ടെ, വന്നാലെന്താ? പിടിച്ചു തിന്നാൻ പോകുന്നോ? കുഞ്ഞ് പേടിക്കണ്ട, മോള് കിടന്നോ.